അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു സ്ത്രീ അഖ്സ മസ്ജിദിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഇസ്രായേൽ സൈനികർ അവളുടെ നേരെ ക്രൂരമായ നായകളെ അയച്ചു. പക്ഷേ അടുത്തത് സംഭവിച്ചത് ഒരു അത്ഭുതമായിരുന്നു, ആരും സങ്കൽപ്പിക്കാത്തത്. സുബ്ഹാനല്ലാഹ്! ഇസ്രായേൽ സൈനികർ ഞെട്ടി, വിശ്വാസം എങ്ങനെ എല്ലാം മാറ്റിമറിക്കുമെന്ന് കണ്ട്. സ്ത്രീയുടെ പ്രതികരണം പോലും ലക്ഷക്കണക്കിന് ആളുകളെ അത്ഭുതപ്പെടുത്തി. ജെറുസലേമിന്റെ ഹൃദയത്തിൽ, അതിന്റെ പുരാതനമായ വഴികളിലും പഴകിയ കല്ലുകളിലും അസംഖ്യം കഥകളും ചരിത്രത്തിന്റെ ശകലങ്ങളും കിടക്കുന്നു. അത്തരമൊരു കഥ ഒരു സ്ത്രീയുടേതാണ്, അമീനയുടേത്. അവൾ ദൈവഭക്തയും ദൈവഭയമുള്ളതുമായ സ്ത്രീയായിരുന്നു. അവളുടെ ഹൃദയം അഖ്സ മസ്ജിദിനോടുള്ള ആഴമായ പ്രേമത്താൽ നിറഞ്ഞിരുന്നു. ഈ പവിത്രമായ സ്ഥലത്ത് ഒരു ദിവസം പ്രാർത്ഥിക്കണമെന്ന സ്വപ്നം അവൾ വളരെ കാലമായി വളർത്തിയിരുന്നു. പക്ഷേ അധിനിവേശ ശക്തികൾ കാരണം ആ സ്വപ്നം ഏതാണ്ട് അപ്രാപ്യമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരെ പല ഒഴികഴിവുകളും പറഞ്ഞ് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. പിന്നീട് വന്നത് ആ അത്ഭുതകരമായ പ്രഭാതമായിരുന്നു. അല്ലാഹുവിന്റെ കരുണ ആകാശത്തിൽ നിന്ന് ഇറങ്ങിയത്. ഒരു നേരത്തെ പ്രഭാതത്തിൽ സുബ്ഹി ബാങ്കിന് മുമ്പ് അമീന ഉണർന്നു. അവൾ വുളൂ ചെയ്ത് അൽ അഖ്സ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ആകാശം ഇപ്പോഴും ഇരുണ്ടിരുന്നു. തണുത്ത കാറ്റ് അവളുടെ മുഖത്ത് വീശി. പക്ഷേ അവളുടെ ഹൃദയം വിശ്വാസത്തിന്റെ ഊഷ്മളതയാൽ കത്തുന്നുണ്ടായിരുന്നു. മസ്ജിദിന്റെ പ്രധാന കവാടത്തിലെത്തിയപ്പോൾ അധിനിവേശ സൈനികർ അവിടെ നിലയുറപ്പിച്ചിരുന്നു. സ്ത്രീകളെ വീണ്ടും പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. അമീന ഒരു സൈനികനോട് മൃദുവായി അപേക്ഷിച്ചു, ദയവായി പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം അനുവദിക്കണം. പക്ഷേ സൈനികൻ അവളെ അവജ്ഞയോടെ നോക്കി ക്രൂരമായി മറുപടി പറഞ്ഞു, ഇല്ല, വീട്ടിലേക്ക് മടങ്ങുക. എന്നിട്ടും അമീന വിട്ടുകൊടുത്തില്ല. അഖ്സ വിശാലമാണെന്നും സൈനികരുടെ ശ്രദ്ധയിൽപ്പെടാത്ത മൂലകൾ ഉണ്ടാവുമെന്നും അവൾക്കറിയാമായിരുന്നു. നിശബ്ദമായി അവൾ കടന്നുപോയി മസ്ജിദിന്റെ ഒരു വിജനമായ കിഴക്കൻ ഭാഗത്തെത്തി. അവിടെ അവൾ നിന്നു, പ്രാർത്ഥിക്കാൻ തയ്യാറെടുത്തു. മലക്കുകൾ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുപോലെ തോന്നി. അവൾ കൈകൾ ഉയർത്തി തക്ബീറിൽ നിന്നു. ആഴമായ ഭക്തിയോടും വിനയത്തോടും പ്രാർത്ഥന ആരംഭിച്ചു, ലോകമാകെ നിശബ്ദമായതുപോലെ. പക്ഷേ അത് പൂർണ്ണമായും സുരക്ഷിതമായിരുന്നില്ല. പെട്ടെന്ന് ഒരു യുവ ഇസ്രായേൽ സൈനികൻ ഒരു തൂണിനു പിന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ക്രോധത്തോടെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥന നിരോധിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞില്ലേ? അവൻ തന്റെ വാക്കി ടോക്കിയിലൂടെ റിപ്പോർട്ട് ചെയ്തു, കിഴക്കൻ തൂണിനടുത്ത് ഒരു സ്ത്രീ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും വേഗം വരൂ. നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി സൈനികർ പ്രത്യക്ഷപ്പെട്ടു. അവർ അമീനയെ പരിഹസിച്ചു. ഒരാൾ പറഞ്ഞു, നിന്നെ ഉത്തരവുകൾ അനുസരിക്കാത്തതിന്റെ ഫലം പഠിപ്പിക്കാം. മറ്റൊരാൾ തന്റെ കമാൻഡറെ നോക്കി പറഞ്ഞു, ബെൽജിയൻ നായകളെ അവളുടെ മേൽ വിടാം, അങ്ങനെ മറ്റുള്ളവർ പാഠം പഠിക്കട്ടെ. പരിശീലിപ്പിച്ച നായകൾ കൊണ്ടുവന്നു, മാരകമായ ക്രൂരമായ ഹിംസയ്ക്കായി പരിശീലിപ്പിച്ചത്. അവയുടെ കണ്ണുകൾ തീ പോലെ ജ്വലിച്ചു. പല്ലുകൾ നഗ്നമാക്കി അമീനയെ കീറിമുറിക്കാൻ തയ്യാറായി. കമാൻഡർ വിരൽ ഉയർത്തി കൽപ്പിച്ചു, അവളെ ആക്രമിക്കുക. അതേ നിമിഷം അമീന തന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. പക്ഷേ അവൾ ഓടിയില്ല. പകരം അവൾ കണ്ണുകൾ അടച്ചു, കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു, ഓ അല്ലാഹു, നീ മാത്രമാണ് എന്റെ ആശ്രയം. നീ മാത്രമാണ് എന്റെ രക്ഷകൻ. നിന്റെ സഹായത്തോടെ ഞാൻ പോരാടുന്നു. നിന്റെ നാമത്തിൽ ഞാൻ നിൽക്കുന്നു. എന്നെ കൈവിടരുത്. പിന്നീട് ഒരു അത്ഭുതം സംഭവിച്ചു. നിമിഷങ്ങൾക്ക് മുമ്പ് ക്രോധത്തോടെ രോഷാകുലരായിരുന്ന നായകൾ പെട്ടെന്ന് നിന്നു. അവർ മുന്നോട്ട് നീങ്ങിയില്ല. പകരം അവർ നിശബ്ദമായിരുന്നു. പിന്നീട് വന്നത് ഒരു അത്ഭുതകരമായ ദൃശ്യമായിരുന്നു. നായകൾ ആകാശത്തേക്ക് നോക്കി, മറ്റാരും കേൾക്കാത്ത എന്തോ കേൾക്കുന്നത് പോലെ. പിന്നീട് അവർ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. ഒരു നായ രുകൂയിൽ വണങ്ങി, പിന്നീട് സുജൂദിലേക്ക് പോയി. മറ്റൊന്നും അതേപോലെ ചെയ്തു. എല്ലാവരും ആ ദൃശ്യത്താൽ ഞെട്ടി. ആ ക്രൂരമായ നിർഭയമായ നായകൾ ഇപ്പോൾ അമീനയെപ്പോലെ സുജൂദ് ചെയ്യുകയാണ്. സൈനികർ സ്തംഭിച്ചു നിന്നു. അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഒരാൾ മന്ത്രിച്ചു, ഇതേതോ മന്ത്രവാദമാണോ? മറ്റൊരാൾ ഭയത്തോടും വിസ്മയത്തോടും വിറയ്ക്കാൻ തുടങ്ങി. കമാൻഡർ വീണ്ടും ആക്രമണ ഉത്തരവ് നൽകാൻ ശ്രമിച്ചു. പക്ഷേ ഇത്തവണ നായകൾ അനുസരിച്ചില്ല. പകരം സൈനികർ സമീപിച്ചപ്പോൾ നായകൾ അവരുടെ നേരെ തിരിഞ്ഞു. ക്രൂരമായി ഗർജിച്ച് അവരെ ഓടിച്ചു. ഭയാനകമായ പക്ഷേ അവിശ്വസനീയമായ ഒരു ദൃശ്യം നടന്നു. അമീനയുടെ മേൽ വിട്ട നായകൾ തന്നെ ഇപ്പോൾ അധിനിവേശക്കാരെ തുരത്തുന്നു. നഗരമാകെ അരാജകത്വം പടർന്നു. സൈനികർ ഭയത്തോടെ ഓട്ടി. നായകൾ അവരുടെ പിന്നാലെ ഗർജിച്ചു. ചിലർ തടസ്സപ്പെട്ടു വീണു.
മറ്റുള്ളവർ സൈനിക വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടെ അമീന തന്റെ സുജൂദിൽ നിന്ന് ശാന്തമായി എഴുന്നേറ്റു, ഒന്നും സംഭവിക്കാത്തതുപോലെ. അവളുടെ പ്രാർത്ഥന തടസ്സമില്ലാതെ തുടർന്നു. വാർത്ത നഗരമാകെ തീ പോലെ പടർന്നു. ആളുകൾ വിളിച്ചു പറഞ്ഞു, ഒരു സ്ത്രീ പ്രാർത്ഥനയിൽ നിന്നു. ക്രൂരമായ നായകൾ അവളോടൊപ്പം മടങ്ങി. അവളെ ഭയപ്പെടുത്തി പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ചവർ തന്നെ പാഠം പഠിച്ചു. ഇതിനുശേഷം ഒരു സൈനികനും അലാഖയിൽ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെ തടസ്സപ്പെടുത്താൻ ധൈര്യപ്പെട്ടില്ല. ചിലർ രാത്രി മസ്ജിദിനടുത്ത് പോകാൻ പോലും ഭയപ്പെട്ടു, ആ നായകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുമോ എന്ന് ഭയന്ന്. അമീന വെറുമൊരു സ്ത്രീയായിരുന്നു അള്ളാഹുവിന്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവളുടെ വിശ്വാസം അവളെ ഒരു ശക്തിയാക്കി മാറ്റി, ഒരു ആയുധത്തിനും പരാജയപ്പെടുത്താനാവാത്തത്. അള്ളാഹുവിൽ ആശ്രയിക്കുന്നവന് അവൻ സഹായകനും രക്ഷകനുമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അള്ളാഹു ഒരു കാര്യം ഇച്ഛിക്കുമ്പോൾ അവൻ ആയിരിക്കുക എന്ന് പറയുന്നു, അതായിരിക്കും. ഈ സംഭവം അലയുടെ ചുവരുകളിൽ ഒരു ജീവനുള്ള സാക്ഷ്യമായി രേഖപ്പെടുത്തപ്പെട്ടു. ഈ കഥ തെളിയിക്കുന്നത് വിശ്വാസം ചങ്ങലകളേക്കാൾ ശക്തമാണെന്നാണ്. അള്ളാഹു തന്റെ ഏറ്റവും വിനീതനായ അടിമയെപ്പോലും അത്ഭുതങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കും, ശക്തരെ വിസ്മയത്തിലാഴ്ത്തുന്നത്. സംഭവത്തിനുശേഷം നഗരത്തിനു മുകളിൽ ഒരു രഹസ്യമായ നിശബ്ദത പടർന്നു. സൈനികർ ഭയത്തോടെ ഓടിപ്പോയിരുന്നു. ഒരിക്കൽ ക്രൂരമായിരുന്ന നായകൾ അമീനയുടെ അരികിൽ വിശ്വസ്ത രക്ഷകരെ പോലെ മടങ്ങി. അമീന തന്റെ പ്രാർത്ഥന പൂർത്തിയാക്കി എഴുന്നേറ്റു. നായകൾ അവളെ ചുറ്റിപ്പറ്റി നിന്നു, അവളുടെ അടുത്ത കൽപ്പനയ്ക്കായി കാത്തിരിക്കുന്നതുപോലെ. സംഭവിച്ചത് പൂർണ്ണമായി മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവളുടെ ഹൃദയം മന്ത്രിച്ചു. അള്ളാഹു തന്നെ അവളുടെ അരികിലുണ്ടായിരുന്നു. അവൾ മസ്ജിദിന്റെ കവാടത്തിലേക്ക് മെല്ലെ നടന്നു. നായകൾ അവളുടെ പിന്നാലെ നിഴലുകളെപ്പോലെ. ദൂരെ നിന്ന് സംഭവം കണ്ടവർ മുന്നോട്ട് വന്നു, ഈ അസാധാരണ സ്ത്രീയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാൻ. ഒരു പ്രായമായ പണ്ഡിതൻ വിസ്മയത്തോടെ ചോദിച്ചു, ആരാണ് നീ സഹോദരി? നായകളോട് ഇതെങ്ങനെ ചെയ്തു? അവൾ മൃദുവായി മറുപടി പറഞ്ഞു, ഞാൻ ഒരു ദുർബല അടിമ മാത്രം. ഞാൻ അള്ളാഹുവിൽ ആശ്രയിച്ചു, അവൻ എന്റെ സഹായകനായിരുന്നു. സമീപത്തെ ബേസിൽ പ്രതികാരം ആസൂത്രണം ചെയ്യപ്പെടുകയായിരുന്നു. പരാജിതരായ സൈനികർ ഒത്തുചേർന്നു. അവരുടെ കണ്ണുകളിൽ ഭയം ഉത്തരവുകൾക്കായി കാത്തിരിക്കുന്നു. ഓഫീസർ വിളിച്ചു പറഞ്ഞു, ഈ സ്ത്രീ അവൾ ഒരു മന്ത്രവാദിനിയാണ്. ജനങ്ങളെ നമുക്കെതിരെ തിരിക്കുന്നതിനു മുമ്പ് അവളെ തടയണം. അവർ ഒരു വേഷപ്രച്ഛന്ന സൈനികനെ അമീനയെ ചാരപ്പണി ചെയ്യാനയച്ചു. അവൾ ജെറുസലേമിലെ ഒരു വഴിയിൽ തന്റെ രോഗിയായ ഭർത്താവിനും ചെറിയ മകനുമൊപ്പം താമസിക്കുന്നുവെന്ന് കണ്ടെത്തി. പദ്ധതി വ്യക്തമായിരുന്നു. അടുത്ത രാത്രി ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കുക, ആരും ശ്രദ്ധിക്കാത്തപ്പോൾ. രാത്രി വൈകി ഭർത്താവിനെ പരിചരിക്കുന്നതിനിടെ അമീന ജനാലയിലൂടെ സമീപിക്കുന്ന നിഴലുകൾ ശ്രദ്ധിച്ചു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ വാക്കുകൾ ഓർമ്മിച്ചു, അള്ളാഹുവിനെ ഭയപ്പെടുന്നവന് അവൻ ഒരു മാർഗമുണ്ടാക്കും. അവൾ മകന്റെ മുറിയിലേക്ക് ഓട്ടി മന്ത്രിച്ചു, മകനെ, സൈനികർ വരുന്നു. അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടുക. ആൺകുട്ടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും സൈനികർ വാതിൽ പൊളിച്ച് അകത്ത് കയറി വിളിച്ചു പറഞ്ഞു, മന്ത്രവാദിനി അമീന ഇവിടെ. പിന്നീട് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ശക്തി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ കൂടുതൽ ഭയാനകമായി. അമീന ഉറച്ചുനിന്നു പ്രഖ്യാപിച്ചു, എന്റെ ഏക കുറ്റം അള്ളാഹുവിന്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. നേതാവ് പുച്ഛിച്ചു, നിന്റെ നായകൾ ഇന്ന് നിന്നെ രക്ഷിക്കില്ല. അവർ ക്രൂരമായ നായകളാൽ നിറഞ്ഞ ഒരു കൂട് പുറത്തെടുത്തു. നായകൾ വിട്ടു, പക്ഷേ പെട്ടെന്ന് നിന്നു. അള്ളാഹുവിനെ സ്തുതിക്കുന്നത് പോലെ ഒരു താളത്തിൽ ഗർജിക്കാൻ തുടങ്ങി. പിന്നീട് ദൈവീക രോഷത്തോടെ അവർ സൈനികരുടെ നേരെ ചാടി, അള്ളാഹുവിന്റെ പ്രതികാരം നടപ്പാക്കുന്നതുപോലെ. ഒരു നായ ഒരു സൈനികന്റെ മേൽ ചാടി അവന്റെ ആയുധം പിടിച്ചുവാങ്ങി. ഭയപ്പെട്ട സൈനികർ വിളിച്ചു, ഇവ നായകളല്ല, ആകാശത്തിന്റെ സൈനികരാണ്. അയൽവാസികൾ വടികളും കല്ലുകളുമായി ഓടിയെത്തി. ഒരാൾ വിളിച്ചു, അവളെ വിട്ടയക്കുക, ഈ വീട് വിട്ടുപോകുക. സൈനികർ ഓടിപ്പോയി. നായകളെ ഉപേക്ഷിച്ച് നിഴലുകളിലേക്ക് അപ്രത്യക്ഷരായി. ആ രാത്രി മുതൽ അമീന ജെറുസലേമിലെ ജനങ്ങൾക്കിടയിൽ നായകൾ അവളോടൊപ്പം സുജൂദ് ചെയ്തവളായി അറിയപ്പെട്ടു. അവളുടെ കഥ വേഗം പടർന്നു. പല സൈനികരും മൂടുപടം ധരിച്ച് സ്ത്രീകളെ കണ്ടാൽ വിറയ്ക്കും, അതവളാണോ എന്ന് ചിന്തിച്ച്. പക്ഷേ അമീന പ്രശസ്തിയോ പ്രതികാരമോ തേടിയില്ല. അവളുടെ ഏക ആഗ്രഹം അഖ്സ മസ്ജിദിൽ ശാന്തമായി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു. അതിനുശേഷം ഒരു സൈനികനും അവളെ തടസ്സപ്പെടുത്തിയില്ല. വാസ്തവത്തിൽ ചിലർ അവളെ കണ്ടാൽ ഒതുങ്ങി നിന്നു.
ഏതോ അദൃശ്യശക്തിയെ ഭയന്ന്. അവളോടൊപ്പം സുജൂദ് ചെയ്ത നായകൾ ആ പ്രദേശത്ത് തുടർന്നു. രാത്രി മുഴുവൻ അവളുടെ വീട് കാവൽ നിന്നു. അവ അവളുടെ സംരക്ഷണത്തിനായി നിയോഗിക്കപ്പെട്ട സൃഷ്ടികളെപ്പോലെയായിരുന്നു. അമീന എല്ലാ ദിവസവും അഖ്സ മസ്ജിദിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. അവൾ ജെറുസലേം സ്വതന്ത്രമാകട്ടെ, അതിക്രമികളുടെ പദ്ധതികൾ അവരുടെ മേൽ തന്നെ തിരിച്ചുവരട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസം ഏറ്റവും വലിയ ആയുധമാണ്. അള്ളാഹുവിൽ ആശ്രയിക്കുന്നവന് അവൻ മതിയാകും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാം അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.